ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് സിവിൽ സർവീസ് പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ഒരാൾക്ക് എത്ര സമയം വേണ്ടിവരും. ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പക്ഷേ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവർക്കും ഒരേപോലെയല്ല. ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ അക്കാഡമിക് ബ്രില്യൻസ്, അതേപോലെ തന്നെ നിങ്ങൾ എപ്പോൾ ഈ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തു എന്നതനുസരിച്ച് ഈ ചോദ്യത്തിൻ്റെ ആൻസർ വ്യത്യസ്തമാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടി സ്റ്റുഡൻസിനെ വേണമെങ്കിൽ നമുക്ക് 3 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. എക്സെപ്ഷണൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ക്ലാസ് ടോപ്പ്, സ്കൂൾ ടോപ്പ് അങ്ങനെയുള്ള ഒരു കാറ്റഗറിയുള്ള A+ ഗ്രേഡ് സ്റ്റുഡൻസിനെ ഒരു ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിന് തൊട്ട് താഴെ വരുന്ന എബോവ് ആവറേജ് സ്റ്റുഡൻസ്, അത്യാവശ്യം നന്നായിട്ട് പഠിക്കും, എന്നാൽ സ്കൂൾ ടോപ്പ് ക്ലാസ് ടോപ്പ് ഒന്നുമല്ല, അങ്ങനെയുള്ള സ്റ്റുഡൻസ് എബോവ് ആവറേജ്. അതിൻ്റെയും താഴെ വരുന്ന സ്റ്റുഡൻസിനെ നമുക്ക് ആവറേജ് സ്റ്റുഡൻസ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇങ്ങനെ 3 ഗ്രൂപ്പായിട്ട് സ്റ്റുഡൻസിനെ നമ്മൾ ഡിവൈഡ് ചെയ്തു. അതേപോലെ തന്നെ എപ്പോൾ ഈ പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ഒന്നുകിൽ 10ാം ക്ലാസ്സിന് മുന്നേ സ്റ്റാർട്ട് ചെയ്തു, അല്ലെന്നുണ്ടെങ്കിൽ +1 ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് എടുത്ത് +1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. അതല്ലെന്നുണ്ടെങ്കിൽ ഡിഗ്രിക്ക് സിവിൽ സർവീസിൻ്റെ ഓപ്ഷണൽ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം മെയിനായിട്ട് എടുത്ത് പഠിച്ചു തുടങ്ങി ഡിഗ്രി തുടങ്ങുമ്പോൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്തു. അതല്ലെന്നുണ്ടെങ്കിൽ ഡിഗ്രിക്ക് ശേഷമാണ് ഇതിനെക്കുറിച്ച് അറിയുന്നത്, ചിന്തിക്കുന്നത്. അപ്പോൾ അതിനുശേഷം സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ 4 സമയങ്ങളിൽ സ്റ്റാർട്ട് ചെയ്തവരും 3 പ്രത്യേക കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസുമായിട്ട് 12 ടൈപ്പ് ഓഫ് പീപ്പിളിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഈ 12 ആളുകൾക്കും ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വ്യത്യസ്തമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഈ ചാർട്ടിൽ നിന്നും വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. എക്സെപ്ഷണൽ സ്റ്റുഡൻറ്റ്, എബോവ് ആവറേജ് സ്റ്റുഡൻറ്റ്, ആവറേജ് സ്റ്റുഡൻറ്റ് എന്ന് കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ബിഫോർ 10th തുടങ്ങിയവരും, +2 ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിൽ തുടങ്ങിയവരും, ഡിഗ്രി ലെവലിൽ തുടങ്ങിയവരും, ഡിഗ്രിക്ക് ശേഷം തുടങ്ങിയവരും എന്ന രീതിയിലും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ടോട്ടൽ 12 ആൻസേഴ്സാണ് അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ എക്സെപ്ഷണൽ സ്റ്റുഡൻറ്റിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം 10ാം ക്ലാസ്സിന് മുന്നേ തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ശേഷം ഫുൾ ടൈം ആയിട്ട് 1 വർഷം പഠിച്ചാൽ മതിയാകും എന്നാണ് അതിൻ്റെ അർത്ഥം, 1 ഇയർ എന്ന് എഴുതിയേക്കുന്നതിൻ്റെ അർത്ഥം. ഇനി അദ്ദേഹം +2 ലെവലിൽ സ്റ്റാർട്ട് ചെയ്തതാണെങ്കിൽ, +2 ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് എടുത്ത് തുടങ്ങുകയാണെങ്കിൽ ഡിഗ്രിക്ക് ശേഷം 1.5 വർഷം പഠിച്ചാൽ മതിയാകും. ഇതിനകത്തുള്ള എല്ലാം ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ എബോവ് ആവറേജ് സ്റ്റുഡൻറ്റിൻ്റെ കേസിൽ അദ്ദേഹം 10ാം ക്ലാസ്സിന് മുന്നേ തുടങ്ങുകയാണെങ്കിൽ ഡിഗ്രിക്ക് ശേഷം 2 വർഷം മതിയാകും. ഇനി അതേ കേസിൽ എബോവ് ആവറേജ് സ്റ്റുഡൻറ്റ് തന്നെ ഡിഗ്രിക്ക് ശേഷമാണ് തുടങ്ങുന്നതെങ്കിൽ എബോവ് ആവറേജ് സ്റ്റുഡൻറ്റിനാണെങ്കിലും 6 വർഷം വേണം. ഇനി ആവറേജ് സ്റ്റുഡൻറ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ്സിന് മുന്നേ തുടങ്ങുകയാണെങ്കിൽ ഫുൾ ടൈം ആയിട്ട് ഡിഗ്രിക്ക് ശേഷം 3.5 വർഷം മതിയാകും. അതേപോലെ തന്നെ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന വേറൊരു വിഷയം, ഫുൾ ടൈമായിട്ട് നിങ്ങൾ ഡിഗ്രിക്ക് ശേഷം കോച്ചിങ് എടുക്കുകയാണെങ്കിൽ ഉള്ള ടൈം ഫ്രെയിമാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. കോച്ചിങ് ഇല്ലാതെ ഉള്ള കേസിൽ ഇതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ സമയമെടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അതേസമയത്ത് ആവറേജ് സ്റ്റുഡൻറ്റിൻ്റെ കേസിൽ കോച്ചിങ് ഇല്ലാതെ നടക്കത്തില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ.